ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നിക്ഷേപ തീരുമാനങ്ങൾ സംബന്ധിച്ച് ധനമന്ത്രാലയം ഉപദേശമോ നിർദ്ദേശങ്ങളോ നൽകാറില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ രേഖാമൂലം മറുപടി നൽകി. 1938 ഇൻഷുറൻസ് നിയമവ്യവസ്ഥകളുടെയും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെയും നിയന്ത്രണങ്ങളും അനുസരിച്ചാണ് LICയുടെ നിക്ഷേപങ്ങൾ. LIC നടത്തുന്ന നിക്ഷേപങ്ങളിൽ സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടം ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. നടപടിക്രമങ്ങളെല്ലാം പാലിച്ചാണ് ഈ വർഷം മെയ് മാസത്തിൽ അദാനി പോർട്ട് സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ സെക്യൂരിറ്റഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകളിൽ LIC 5000 കോടി രൂപ നിക്ഷേപിച്ചതെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഈ നിക്ഷേപങ്ങൾ സ്ഥാപിതമായ SOPകൾ പ്രകാരമാണ്. LICയുടെ നിക്ഷേപങ്ങൾ കൺകറന്റ് ഓഡിറ്റർമാർ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാർ, സിസ്റ്റം ഓഡിറ്റർമാർ, ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഓഡിറ്റർമാർ, ഇന്റേണൽ വിജിലൻസ് ടീം എന്നിവരുടെ പരിശോധനയ്ക്ക് വിധേയമാണ്. റെഗുലേറ്ററി സ്ക്രൂട്ടണി ഉണ്ടായിരിക്കെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അദാനി ഗ്രൂപ്പിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ? അദാനി ഗ്രൂപ്പ് കമ്പനികളിൽ നിക്ഷേപം നടത്താൻ LICക്കോ മറ്റു പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കോ ധനമന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്ന മുഹമ്മദ് ജാവേദ്, മഹുവ മൊയ്ത്ര എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. LIC സ്വകാര്യ സ്ഥാപനങ്ങളായ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ 40,901 കോടി രൂപയുടെയും ഇൻഫോസിസിൽ 38,846 കോടി രൂപയുടെയും ഡേറ്റ കൺസൾട്ടൻസി സർവീസസിൽ 31,926.89 കോടി രൂപയുടെയും HDFC ബാങ്കിൽ 31,664 കോടി രൂപയുടെയും ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ 30,100 കോടി രൂപയുടെയും നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. NSEയിലും BSEയിലും ലിസ്റ്റു ചെയ്തിട്ടുള്ള മികച്ച 500 കമ്പനികളിൽ LIC നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും നിലവിൽ അവരുടെ നിക്ഷേപത്തിന്റെ പ്രധാന ഭാഗം ഇത്തരം വലിയ കമ്പനികളാണെന്നും ധനമന്ത്രി ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ച രേഖകളിൽ പറയുന്നു. 41 ലക്ഷം കോടി രൂപയിൽ കൂടുതൽ ആസ്തിയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപന നിക്ഷേപകനാണ് LIC. എല്ലാ പ്രധാന ബിസിനസ് ഗ്രൂപ്പുകളിലും മേഖലകളിലും വ്യാപിച്ചുകിടക്കുന്ന 351 പബ്ലിക് ലിസ്റ്റു ചെയ്ത ഓഹരികളിലാണ് LICയുടെ നിക്ഷേപം. ഇന്ത്യയിലെ മികച്ച 500 കമ്പനികളിലെ LIC നിക്ഷേപ മൂല്യം 2014 മുതൽ 10 മടങ്ങ് വർദ്ധിപ്പിച്ച് 1.56 ലക്ഷം കോടി രൂപയിൽ നിന്ന് 15.6 ലക്ഷം കോടി രൂപയായി. ഇത് ശക്തമായ ഫണ്ട് മാനേജ്മെന്റിനെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. സെബി മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് എല്ലാ ലിസ്റ്റഡ് കമ്പനികളും കമ്പനിയിൽ 1% അതിൽ കൂടുതലോ ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന ഓഹരി ഉടമകളുടെ പേരുകൾ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതനുസരിച്ച് LICക്ക് 1% അതിൽ കൂടുതലോ ഓഹരി പങ്കാളിത്തമുള്ള കമ്പനികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പബ്ലിക് ഡൊമൈനുകളിൽ ലഭ്യമാണെന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.